കൊല്ലത്ത് റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള ചരിത്ര സ്മാരകമായ ചീനക്കൊട്ടാരം സംരക്ഷിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കും. റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊട്ടാരം സന്ദർശിച്ച് പരിശോധന നടത്തി. ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ് ചീനക്കൊട്ടാരം നിർമ്മിച്ചത്. തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ കൊല്ലം ചെങ്കോട്ട പാത വഴി യാത്രയ്ക്ക് വരുമ്പോൾ താമസിക്കുന്നതിനു വേണ്ടിയാണ് കൊട്ടാരം നിർമ്മിച്ചത്. 1 നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള കൊട്ടാരത്തിന്റെ അവസ്ഥ ഇന്ന് ദയനീയമാണ്. റെയിൽവേ മന്ത്രിയെ കണ്ട് ചീനക്കൊട്ടാരം സംരക്ഷിക്കാനുള്ള നടപടികൾ വേഗത്തിൽ കൈക്കൊള്ളുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പബ്ലിക്കിന് ഒരു വലിയ ഉപയോഗപ്രദമാവുന്ന ഒരു പ്രോപ്പർട്ടിയായിട്ട് റെയിൽവേയുടെ സമ്മാനമായിട്ട് എങ്ങനെ വരാൻ സാധിക്കും എന്നുള്ളത് മിനിസ്റ്ററുമായിട്ട് ഇനി ഇരുന്ന് സംസാരിക്കും. നിലനിൽക്കുന്ന ഒരു സ്ട്രക്ചർ അത് ശക്തമായി നിലനിർത്തുക, അതിൻ്റെ ഉപയോഗം ജനങ്ങൾക്കുണ്ടാവുക. ആദ്യം റെയിൽവേ മിനിസ്റ്ററുടെ ഒരു ഇംഗിതമറിയണം, അദ്ദേഹത്തിന്റെ സമ്മതം വാങ്ങണം. കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ കൂടി ഇടപെടലിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലാകും നവീകരണം. റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനൊപ്പം കൊട്ടാരവും തുറക്കുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സെന്ററാണ് കൊല്ലം ചെങ്കോട്ട റെയിലാണ് പ്രഥമ ലൈൻ കേരളത്തിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു റെയിൽവേ മ്യൂസിയമായി ഇത് പരിവർത്തനം ചെയ്യണം എന്നതായിരുന്നു റെയിൽവേയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ടൂറിസം വകുപ്പിൽ ഉൾപ്പെടുത്തി റെയിൽവേയുമായി സഹകരിച്ചുകൊണ്ട് അത് ഏതാണെന്നുള്ളത് യുക്തിസഹമായി ആലോചിച്ച് വിദഗ്ധരുമായി ആലോചിച്ചതിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും നഗരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ആശ്വാസകരമായിരിക്കും. സന്ദർശനത്തിൽ ജനപ്രതിനിധികൾക്ക് പുറമെ റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. മീഡിയ 1 കൊല്ലം.